കൈകൊടുത്ത സൗദിയും അമേരിക്കയും. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സൗദിയും അമേരിക്കയും തമ്മിൽ വമ്പൻ തന്ത്രപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുമായുള്ള സുപ്രധാന ഉച്ചകോടി നാളെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൗദിയിൽ ഊഷ്മള സ്വീകരണം. പാക് അധീന കശ്മീർ തിരികെ നൽകണമെന്ന് ഇന്ത്യ. ചർച്ച ഇതിൽ മാത്രമെന്നും വിദേശകാര്യ മന്ത്രാലയം. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല. ഇന്ത്യ പാക് സംഘർഷത്തിൽ ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ല. ആണവായുധ ബ്ലാക്ക് മെയിലിംഗ് അനുവദിക്കില്ലെന്നും ഇന്ത്യ. ഷോപ്പിയാനിൽ സുരക്ഷാ സേന കൊലപ്പെടുത്തിയ ഭീകരരിൽ TRF ഓപ്പറേഷണൽ കമാൻഡർ ഷഹീദ് കൂട്ടെ. ഓപ്പറേഷൻ സിന്ദൂർ, നീതി, നിയമം, സൈനിക ക്ഷമത എന്നിവയുടെ ത്രിവേണി സംഗമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്ക് നേരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ മഹാവിനാശമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. പാകിസ്ഥാൻ തകർത്തു എന്ന് അവകാശപ്പെട്ട പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. KPCC നേതൃമാറ്റത്തിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ. ഡൽഹിയിലെ യോഗത്തിന് കെ സുധാകരൻ എത്തിയില്ല. പുതിയ നേതൃത്വത്തെ ഏകപക്ഷീയമായി KC വേണുഗോപാൽ തീരുമാനിച്ചുവെന്ന് വിമർശനം. ആർക്കും അതൃപ്തിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ചിലർ പങ്കെടുക്കാത്തത് അസൗകര്യം കൊണ്ടെന്നും വിശദീകരണം. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും. ശിക്ഷ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേസിൽ. ഗൾഫ് വാർത്തയിലേക്കാണ് ആദ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൗദിയിൽ ഊഷ്മള സ്വീകരണം. ചൊവ്വാഴ്ച രാവിലെ റിയാദിലെത്തിയ ട്രംപിനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു. സൗദിയും അമേരിക്കയും തമ്മിൽ വമ്പൻ തന്ത്രപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുമായുള്ള സുപ്രധാന ഉച്ചകോടി നാളെ നടക്കും. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ആദ്യ രാഷ്ട്രീയ വിദേശ സന്ദർശനമാണിത്. ട്രംപിന്റെ കൂടെ ടെസ്ല CEO ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പ്രമുഖ വ്യവസായികളും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരും ട്രംപിന്റെ കൂടെയുണ്ട്. ഇന്ന് വൈകുന്നേരം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ സൈനിക സാമ്പത്തിക സഹകരണ കരാർ ഒപ്പിട്ടു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റിയാദ് അൽ യമാമ കൊട്ടാരത്തിൽ നടത്തിയ ഔദ്യോഗിക ചർച്ചയ്ക്കിടെയാണ് കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചത്. ഊർജം, ഖനനം, പ്രതിരോധ മേഖലകളിലെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കൽ ഈ കരാറിൽ ഉൾപ്പെടുന്നു. സൗദി ബഹിരാകാശ ഏജൻസിയും നാസയും തമ്മിലുള്ള കരാർ ഇതിൽ ഉൾപ്പെടുന്നു. പൊതു താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. നാളെ ബുധനാഴ്ച GCC അമേരിക്ക ഉച്ചകോടി നടക്കും. അതിൽ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സൗദി സന്ദർശനത്തിന് ശേഷം നാളെ ട്രംപ് ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് സന്ദർശനം നടത്തും. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തുന്ന ആദ്യ രാഷ്ട്രീയ വിദേശ സന്ദർശനമാണിത്. അമേരിക്ക സിറിയയ്ക്ക് മേലെ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കൽ, ഗാസയിൽ ശാശ്വത പരിഹാരം, ചിലപ്പോൾ പലസ്തീൻ രാഷ്ട്രം എന്നതിലേക്ക് വഴി തുറക്കൽ, മേഖലാ സുരക്ഷ, ഊർജ്ജം, പ്രതിരോധം, സാമ്പത്തിക സഹകരണം എന്നിവയുൾപ്പെടെ 10 വിഷയങ്ങൾ കടന്നുവരുമെന്നാണ് വിലയിരുത്തൽ. ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. നാളെ GCC അമേരിക്ക ഉച്ചകോടി നടക്കും. അതിൽ ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാമെന്നാണ് സൂചന. സൗദി സന്ദർശനത്തിന് ശേഷം ട്രംപ് ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്കും സന്ദർശനം നടത്തും. കുവൈറ്റിൽ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ ഫാർമസികളിൽ 69 മരുന്നുകൾക്ക് വില കുറച്ചതായി ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് എൽ അവാദിയാണ് ഇതിനായി അംഗീകാരം നൽകിയത്. രക്താർബുദം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ആസ്മ, തൈറോയിഡ്, മൈഗ്രെയിൻ മുതലായ 69 പരം മരുന്നുകൾക്കാണ് സ്വകാര്യ ഫാർമസികളിൽ വില കുറച്ചത്. നേരത്തെ സർക്കാർ ആശുപത്രികളിൽ വിവിധ മരുന്നുകൾക്ക് വില കുറച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വകാര്യ ഫാർമസികളിലും മരുന്നുകളുടെ വില കുറച്ചത്. തൊഴിൽ ലഭിക്കാനായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ കടുപ്പിച്ച് UAE. 10 വർഷം വരെ തടവും 10 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് വ്യാജരേഖ ചമക്കലും അവ തൊഴിലിനായി സമർപ്പിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി.
വ്യാജരേഖകൾ തയ്യാറാക്കുന്നതും അവ ജോലിക്കായി സമർപ്പിക്കുന്നതും UAE-യിൽ ക്രിമിനൽ കുറ്റമാണ്. അസൽ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കൂടുതലായി കൂട്ടിച്ചേർക്കുക, വിവരങ്ങൾ മായ്ക്കുക, തിരുത്തുക, മാർക്ക്, തീയതി, ഫോട്ടോ എന്നിവ മാറ്റുക, വ്യാജ ഒപ്പം സീലും പതിക്കുക എന്നിവയെല്ലാം കുറ്റകൃത്യമായി കണക്കാക്കും. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നേടാനോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ രാജ്യത്തെ പൗരന്മാരും പ്രവാസികളും വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് നിയമം കർശനമാക്കുന്നത്. വ്യാജ സർവകലാശാല ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി തട്ടിപ്പ് നടത്തുന്നവരെ തടയാൻ ഫെഡറൽ നാഷണൽ കൗൺസിൽ 2021 പുതിയ നിയമം പാസാക്കിയത്. UAE-യുടെയും വിദേശ രാജ്യങ്ങളുടെയും അറ്റസ്റ്റേഷൻ ലഭിക്കുന്നതിന് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം നൽകുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, ജോലിക്കായി വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുക, വ്യാജ യോഗ്യതയെക്കുറിച്ച് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുക എന്നിവ ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. 3 മാസം മുതൽ 1 വർഷം വരെ തടവോ 30,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയോ ആണ് ഇവയ്ക്കുള്ള ശിക്ഷ. വ്യാജ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കി ജോലി കരസ്ഥമാക്കുക, മറ്റേതെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക എന്നിവ ചെയ്താൽ ശിക്ഷ ഇരട്ടിക്കും. വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അവ സ്വീകരിക്കുന്ന വ്യക്തിക്ക് 2 വർഷം മുതൽ 10 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയുമായിരിക്കും ശിക്ഷയെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, ദുബായ്. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിന് ധനസഹായം നൽകൽ എന്നിവയ്ക്കെതിരെയുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 5 ഇൻഷുറൻസ് ബ്രോക്കർ സ്ഥാപനങ്ങൾക്ക് UAE സെൻട്രൽ ബാങ്ക് ഓഫ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. 2 ഇൻഷുറൻസ് ബ്രോക്കർമാർക്ക് പിഴ ചുമത്തുകയും 3 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇൻഷുറൻസ് ഇടനിലക്കാർ ഉൾപ്പെടെ ലൈസൻസുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുമെന്നും UAE സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ UAE ആസ്ഥാനമായുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിന് 35 ലക്ഷം ദിർഹം പിഴ ചുമത്തിയിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ സമഗ്രതയും സുതാര്യതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA KPCCയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ OICC കുവൈറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു. OICC കുവൈറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ലിബിൻ മുഴക്കുന്നിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. നാഷണൽ കൗൺസിൽ മെമ്പർ ഇല്യാസ് പൊതുവാച്ചേരി, ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി, ട്രഷറർ ജോബി അലക്കോട്, സുജിത്ത് കയലാലോട്, രജിത്ത് തൊടിക്കളം തുടങ്ങിയവർ പങ്കെടുത്തു. ലോകമെങ്ങുമുള്ള മലയാളികളുടെ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രൊവിൻസിന്റെ 2025-27 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആദ്യ യോഗം നടന്നു. ചെയർമാൻ ഷാബൂർ സുൽത്താൻ, ജോൺ ഷാരി, റജി ജോർജ് എന്നിവർ നയിച്ച യോഗത്തിൽ 40 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടുത്ത 2 വർഷത്തേക്കുള്ള കലണ്ടർ പ്രോഗ്രാമുകൾക്ക് അംഗീകാരം നൽകി. മലയാളി ബിസിനസ് കുടുംബങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ശിവകുമാർ ഹരിഹരന്റെ നേതൃത്വത്തിൽ ബിസിനസ് കൗൺസിലും രൂപം നൽകി. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. പാക് അധീന കശ്മീർ തിരികെ നൽകണമെന്ന സുപ്രധാന നിലപാട് പ്രഖ്യാപനവുമായി ഇന്ത്യ. കശ്മീരിൽ നിലനിൽക്കുന്ന ഏക വിഷയം പാക് അധീന കശ്മീർ സംബന്ധിച്ചുള്ളത് മാത്രമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. കശ്മീർ വിഷയത്തിൽ 3-ാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കശ്മീർ നയത്തിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കശ്മീർ വിഷയത്തിൽ 3-ാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല. ഇപ്പോൾ ചർച്ച നടന്നത് DGMO തലത്തിൽ മാത്രമാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം വിട്ടുതരിക എന്നതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നിർത്തിയത്. ഇന്ത്യയുടെ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വെടിനിർത്തലിനുള്ള ആവശ്യം ഉന്നയിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നിടത്തോളം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരും. India will keep the treaty in abeyance until Pakistan credibly and irrevocably abjures its support for cross-border terrorism. Please also note that climate change, demographic shifts and technological changes have created new realities on ground as well. കശ്മീർ വിഷയത്തിൽ ആവശ്യമെങ്കിൽ തങ്ങൾ ഇടപെടാമെന്ന് അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്നും അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങളടക്കം ചോദ്യങ്ങളുമായി രംഗത്തെത്തി. എന്നാൽ തുടർച്ചയായി പല അവകാശവാദങ്ങളും ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് ഇന്ത്യ തള്ളി. ഒപ്പം മുന്നറിയിപ്പും നൽകി. വെടിനിർത്തലിന് പിന്നിൽ ഒരു രാജ്യവും മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞ വിദേശകാര്യ വക്താവ് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ട നിലയിൽ വ്യാപാര ചർച്ചകളും നടന്നില്ലെന്ന് വ്യക്തമാക്കി. ഒപ്പം പാകിസ്ഥാൻ നടത്തുന്ന ആണവ ബ്ലാക്ക്മെയിലിന് മുന്നിൽ കീഴടങ്ങില്ലെന്ന മുന്നറിയിപ്പും നൽകി. However, if the Pakistani armed forces fire, Indian armed forces will fire back. If Pakistan stops, India will also stop.
This was also the message that was conveyed to the Pakistani side at the time of the commencement of Operation Sindoor, which was not heeded to by the Pakistani side at that time. It is natural that many foreign leaders who heard this from us would have shared it with their Pakistani interlocutors. പാക് സൈന്യം ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കും. പാകിസ്ഥാൻ നിർത്തിയാൽ ഇന്ത്യയും നിർത്തും. ഇക്കാര്യം ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം പാകിസ്ഥാനെയും ബോധ്യപ്പെടുത്തി. പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി വിലപ്പോകില്ല. ആണവായുധ ഭീഷണിക്ക് വഴങ്ങുകയോ അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയത് ഇതിഹാസ പോരാട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്കാരുടെ മനസ്സും പ്രാർത്ഥനയും സൈനികർക്കൊപ്പം. ഇനി ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ ഉറപ്പായും മറുപടി നൽകുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ന്യൂ നോർമലാണെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരെ അഭിനന്ദിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ്. ആദംപൂർ വിമാനത്താവളത്തിൽ സൈനികരെ നേരിട്ട് അഭിനന്ദിക്കാനെത്തിയ പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കെയാണ് പാകിസ്ഥാന് വീണ്ടും ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ആണവായുധം ഉപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി വേണ്ടിവന്നാൽ മനുഷ്യജീവനുകൾ സംരക്ഷിക്കാൻ യുദ്ധത്തിലേക്ക് നീങ്ങാൻ മടിക്കില്ലെന്ന നിലപാടും വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 100ഓളം ഭീകരരെ കൊലപ്പെടുത്തി. അവരുടെ വ്യോമാക്രമണം ചെറുത്തു. ഇനി ഇന്ത്യൻ മണ്ണിലേക്ക് കയറി ആക്രമിച്ചാൽ അത് പാകിസ്ഥാന്റെ സർവനാശമായിരിക്കുമെന്നും പ്രധാനമന്ത്രി. अगर पाकिस्तान ने फिर से आतंकी गतिविधि या सैन्य दुस्साहस दिखाया तो हम उसका मुंह तोड़ जवाब देंगे. ഇന്ത്യ 3 തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. 1, ഇന്ത്യക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇന്ത്യയുടെ രീതിയിൽ ഇന്ത്യയുടെ സമയത്ത് തിരിച്ചടിച്ചിരിക്കും. 2, ആണവ ബ്ലാക്ക് മെയിലിംഗ് വെച്ചുപൊറുപ്പിക്കില്ല. 3, ഭീകരതയെ സംരക്ഷിക്കുന്ന സർക്കാരിനെയും ഭീകര കേന്ദ്രങ്ങളെയും വേറിട്ട് കാണില്ല. ലോകത്തിന് ഈ നയം മനസ്സിലാക്കി കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. 3 सूत्र तय कर दिए हैं. पहला, भारत पर आतंकी हमला हुआ हम अपने तरीके से अपनी शर्तों पर अपने समय पर जवाब देंगे. दूसरा, कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. तीसरा, हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे. दुनिया भी भारत के इस नए रूप को, इस नई व्यवस्था को समझते हुए ही आगे बढ़ रही है. ശതകോടി ഇന്ത്യക്കാരെ തലയുയർത്തി നിർത്തിയ ഇതിഹാസ പോരാട്ടമാണ് സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും സൈനിക ചരിത്രത്തിൽ ഈ സേവനം സ്മരിക്കപ്പെടും. ഓപ്പറേഷൻ സിന്ദൂർ നീതി, നിയമം, സൈനികക്ഷമത എന്നിവയുടെ ത്രിവേണി സംഗമമാണ്. അധർമ്മത്തിനെതിരെ പോരാടുന്നത് നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണെന്നും പ്രധാനമന്ത്രി. ऑपरेशन सिंदूर का एक एक क्षण भारत की सेनाओं के सामर्थ्य की गवाही देता है. इस दौरान हमारी सेनाओं का कोऑर्डिनेशन वाकई में कहूंगा शानदार था. ജലന്ധറിനടുത്തുള്ള ആദംപൂർ വിമാനത്താവളത്തിലെത്തിയാണ് വ്യോമസൈനികരെ കണ്ടത്. സൈനികരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി സൈനികർക്ക് നന്ദി അറിയിച്ചിരുന്നു. അപ്രതീക്ഷിത സന്ദർശനം നടത്തിയാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നന്ദി സൈനികരെ നേരിട്ട് അറിയിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിശദീകരിക്കും. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് നേരത്തെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘർഷത്തിൽ US മധ്യസ്ഥത വഹിച്ചോ എന്നും നിഷ്പക്ഷ സ്ഥലത്ത് പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഇന്ത്യ സമ്മതിച്ചോ എന്നും ജയറാം രമേശ് ചോദിച്ചു.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് സാഹചര്യങ്ങൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിശദീകരിക്കുന്നത്. തിങ്കളാഴ്ച ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ പാനലിന് മുന്നിൽ വിക്രം മിശ്രി അവതരിപ്പിക്കുമെന്ന് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് എംപിയുമായ ശശി തരൂർ സ്ഥിരീകരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യവുമായി ജയറാം രമേശ് രംഗത്തെത്തി. പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് സ്ഥിതി ചർച്ച ചെയ്യണം. ഡൊണാൾഡ് ട്രംപ് കശ്മീരിനെ കുറിച്ച് പറഞ്ഞതിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? രാജ്യത്തിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. കൂട്ടായ പരിഹാരത്തിന്റെ ആവശ്യകതയുണ്ട്. पर ये क्या मीडिएशन अमेरिका करने वाला है और ये न्यूट्रल साइट का मतलब क्या है? यानी कि हम कहीं कतर में बात करेंगे, दुबई में बात करेंगे? दुबई में तो हम क्रिकेट खेलते हैं. बातचीत किस पर करेंगे? शिमला समझौता के बाद ये तय हो गया था कि भारत और पाकिस्तान में के बीच में अगर बातचीत होगी तो आपस में बातचीत होगी और कहीं नहीं होगा. या पाकिस्तान में होगा या भारत में होगा. രണ്ട് സർവകക്ഷി യോഗങ്ങൾ നടന്നെങ്കിലും രണ്ടിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് അമൃത TV. വാർത്തകൾ തുടരുന്നു. നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചു. ആകെ 26 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത്. 2017 ഏപ്രിൽ 5 കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിച്ചത്. കുടുംബത്തോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജത്തങ്കം, സഹോദരി കരോളിൻ, ബന്ധു ലളിത എന്നിവരെയാണ് പ്രതി ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. തെളിവ് നശിപ്പിക്കലിന് 5 വർഷവും വീട് നശിപ്പിച്ചതിന് 8 വർഷവും ഉൾപ്പെടെ 12 വർഷത്തെ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുക. കേസിൽ ആകെ 26 വർഷം ശിക്ഷ അനുഭവിക്കണം. കൊല്ലപ്പെട്ട 4 പേരുടെ ആശ്രിതർക്ക് 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷാവിധിയായുള്ള 3 ലക്ഷം രൂപയും ചേർത്ത് 15 ലക്ഷം രൂപ പ്രതിയുടെ അമ്മയുടെ സഹോദരൻ ജോസിന് നഷ്ടപരിഹാരമായി നൽകാനും കോടതി വിധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എങ്കിലും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇതിനകത്ത് 4 ഹെഡ് ലൈഫ് ഇംപ്രിസൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കോമ്പൻസേഷനും പിന്നെ 436 വീട് തീ കത്തിച്ചതിന് വേണ്ടി 7 വർഷത്തെ തടവും പിന്നെ 201 തെളിവ് നശിപ്പിച്ചതിന് 5 വർഷത്തെ തടവും പറഞ്ഞു. അപ്പം കോടതി പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ഈ 7 വർഷത്തെ തടവ് 436-ൻ്റെത് ആദ്യം അനുഭവിക്കണം, അതിനുശേഷം ഈ 5 വർഷം 201 അനുഭവിക്കണം. അതിൽ രണ്ടിലും സെറ്റ് ഓഫ് ഇല്ല. അപ്പോൾ ഈ 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു വിചിത്രമായ വിധി തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തീരുമാനിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ തൃപ്തരാണ്. അതിൽ കൊടുക്കാവുന്നത്രയും ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇല്ലെങ്കിൽ കൂടിയും അതിനകത്ത് കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെന്റ് കോടതി തന്നിട്ടുണ്ട്. ഇതിന് വിധി കിട്ടിയതിന് ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. പ്രതിയുടെ പ്രായവും മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നതും പരിഗണിച്ച് ശിക്ഷയിളവ് നൽകണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. സാഹചര്യ തെളിവിന്റെയും ഡിജിറ്റൽ തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞത്. പ്രമാദമായ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് വധശിക്ഷയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെ ഉൾപ്പെടെയുള്ള അടിസ്ഥാനത്തിലാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. സീനിയർ അഭിഭാഷകൻ ബൈലിൻ ദാസ് ജൂനിയർ അഭിഭാഷക ശ്യാമിലി ജസ്റ്റിനെ മർദ്ദിച്ചുവെന്നാണ് കേസ്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ജൂനിയർ അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഇയാളെ ബാർ അസോസിയേഷനിൽ നിന്നും പുറത്താക്കി. വഞ്ചിയൂർ കോടതി വളപ്പിന് സമീപമാണ് അതിക്രൂരമായ രീതിയിൽ ഒരു ജൂനിയർ അഭിഭാഷകയ്ക്ക് തന്റെ സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റത്. പാറശാല സ്വദേശിനിയായ അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ 3 വർഷമായി അഡ്വക്കേറ്റ് ബേലിൻദാസിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയാണ്. ബേലിൻദാസിന്റെ ഓഫീസിലെ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള തർക്കമായിരുന്നു തുടക്കം. ഒടുവിലത് ജൂനിയർ സീനിയർ തർക്കമായി മാറുകയും വിഷയത്തിൽ ബേലിൻദാസ് ഇടപെട്ട് പ്രകോപിതനായി ശ്യാമിലിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ശ്യാമിലി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി.
സാറിനോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ വാൺ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, ചേച്ചി വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ തല്ലിയത്. സംഭവം അറിഞ്ഞയുടൻ പ്രാഥമിക അന്വേഷണം നടത്തിയ ബാർ അസോസിയേഷൻ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ പുറത്താക്കുകയും ചെയ്തു. ഞങ്ങൾ ബാർ അസോസിയേഷനിൽ അറിയുന്നത് അവിടെ ഒരു ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റു എന്നറിഞ്ഞു. അവിടെ ചെന്ന് അഭിഭാഷകയെ കണ്ടു. അപ്പം മർദ്ദനത്തിൻ്റെ പാടുകൾ കണ്ടു. ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്ന് ബാർ അസോസിയേഷൻ പറഞ്ഞു. നിയമപരമായിട്ടും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം ഞങ്ങൾ നടത്തി. പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന അഭിഭാഷകനെ ഞങ്ങൾ ബാർ അസോസിയേഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിലെത്തി പോലീസ് അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ മൊഴി രേഖപ്പെടുത്തി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെതിരെ കേസെടുത്തു. വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി അഡ്വക്കേറ്റ് ശ്യാമിലിയുമായി സംസാരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC നേതൃമാറ്റത്തിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത്. ഡൽഹിയിലെ യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുത്തില്ല. KPCC അധ്യക്ഷനെയും UDF കൺവീനറെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും KC വേണുഗോപാൽ ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നാണ് വ്യാപക വിമർശനം. വിയോജിപ്പിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നും ശശി തരൂർ, ബെന്നി ബെഹന്നാൻ, ആന്റോ ആന്റണി അടക്കം നിരവധി എംപിമാർ വിട്ടുനിന്നത്. KPCCയുടെ നേതൃനിരയും UDF കൺവീനർ സ്ഥാനവും ഉടച്ചു വാർത്തപ്പോൾ സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം അവഗണന നേരിട്ട ഒരു വിഭാഗം നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. AICCയിലും സംസ്ഥാന ഘടകത്തിലും ഒരു നേതാവ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ. KPCC പ്രസിഡന്റിനെയും UDF കൺവീനറെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും KC വേണുഗോപാൽ ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നാണ് പരാതി. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന ചർച്ചകൾ സജീവമായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി UDF കൺവീനറെയും മാറ്റിയതിനോട് ഒരു വിഭാഗം യോജിക്കുന്നില്ല. MM ഹസനെ മാറ്റിയതോടെ പുതിയ നേതൃനിരയിൽ A ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം PC വിഷ്ണുനാഥിൽ മാത്രമായി ഒതുങ്ങിപ്പോയി എന്ന പരാതിയും ഉയരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ശശി തരൂർ, ബെന്നി ബെഹന്നാൻ, ഡീൻ കുര്യാക്കോസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, VK ശ്രീകണ്ഠൻ, ആന്റോ ആന്റണി അടക്കമുള്ള എംപിമാർ പങ്കെടുത്തിരുന്നില്ല. വിട്ടുനിന്ന എംപിമാർ പങ്കെടുക്കാത്തതിന്റെ കാരണങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും അതൃപ്തി തന്നെയാണ് അടിസ്ഥാന കാരണം. ഡൽഹിയിൽ AICC വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ കെ സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് മടങ്ങുകയും ചെയ്തു. മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരനും VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി DCC അധ്യക്ഷന്മാരെ അടക്കം മാറ്റുന്ന ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഈ യോഗത്തിൽ നിന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. 100-ലധികം സീറ്റുകൾ നേടി പിണറായി സർക്കാരിനെ താഴെയിറക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് കഴിഞ്ഞ ദിവസം നേതാക്കൾ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിയത്. ആവേശം ഉച്ചസ്ഥായിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതൃപ്തിയുടെ അലയൊലികൾ തലപൊക്കി തുടങ്ങി. പിണക്കവും പരിഭവവും ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ് പുതിയ നേതൃത്വത്തിന്റെ മറ്റൊരു വെല്ലുവിളി. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിൽ AI വർക്ക്ഷോപ്പും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികളായ 50ഓളം പേർ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിൽ വിവരസാങ്കേതിക മേഖലകളിലടക്കം അനുപേക്ഷണീയ ഘടകമായി മാറിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ വിദ്യാർത്ഥി സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ചങ്ങനാശ്ശേരി തുരുത്തി ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിൽ AI വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന വിവിധ മേഖലകളെക്കുറിച്ച് അറിവ് നൽകുന്നതിനായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. തുരുത്തി ശ്രീ അമൃതാനന്ദമയി മഠം അധ്യക്ഷ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്നും നല്ല നല്ല ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് കരുത്ത് നൽകട്ടെ അമ്മ. അതോടൊപ്പം അമ്മയുടെ ആവശ്യങ്ങളോടുകൂടെ ജീവിക്കാനുള്ള പ്രാപ്തി അവർക്ക് കൈവരട്ടെ. ഡേറ്റ അനലിസ്റ്റ് ആൻഡ് AIEY ഗ്ലോബൽ ഡെലിവറി സർവീസസ് അസോസിയേറ്റ് ഡയറക്ടർ റോഷൻ രാജൻ AI വർക്ക്ഷോപ്പിൽ കുട്ടികളുമായി സംവദിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അഡ്മിഷൻ ആൻഡ് അക്കാഡമിക് ഔട്ട്റീച്ച് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് മാനേജർ ശ്രുതി N കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും ഇന്ത്യ പാക് സംഘർഷത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു.
റിട്ടയേർഡ് മിലിറ്ററി ഓഫീസർ വിജയകുമാറിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് ധീരജവാന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദീപം തെളിയിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. അമൃത ന്യൂസ്, കോട്ടയം. കായിക വാർത്തകൾ നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലിക്ക് ആദരവർപ്പിക്കാൻ ഒരുങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാധകർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മെയ് 17 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിനായി എത്തുന്നവരോട് വെള്ള ജേഴ്സി ധരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. RCB ആരാധകർ കോഹ്ലിയുടെ ടെസ്റ്റ് കരിയറിനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ള ജേഴ്സി ധരിക്കുന്നത്. ഇന്ത്യ-പാക് സംഘർഷത്തെ തുടർന്ന് ടൂർണമെന്റ് നിർത്തിവെച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ മത്സരമാണിത്. സ്റ്റേഡിയത്തിൽ എത്തുന്ന ആരാധകരോട് ഇന്ത്യയുടെ ടെസ്റ്റ് ജേഴ്സിയോ പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള വസ്ത്രമോ ധരിച്ചു വരാനാണ് ഒരു കൂട്ടം ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.